അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മക്കയിലെ സത്യനിഷേധികൾ തങ്ങൾ സത്യവിശ്വാസം സ്വീകരിക്കുന്നതിനുള്ള ഉപാധിയായിക്കൊണ്ട് മനുഷ്യന് സാധിക്കാത്ത കുറെ കാര്യങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് അത് കൊണ്ടുവന്ന് കാണിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ട കാര്യമാണല്ലോ കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞത്. പ്രവാചകനാണെങ്കിലും ഒരു മനുഷ്യനായ താൻ എങ്ങനെയാണ് മനുഷ്യന് സാധിക്കാത്തതും ദൈവത്തിന് മാത്രം സാധിക്കുന്നതുമായ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി വിവരിച്ചുകൊണ്ടാണല്ലോ കഴിഞ്ഞ ആയത്തുകളിൽ വന്ന വിവരണം അവസാനിച്ചത്. അതിനെ തുടർന്ന് സത്യനിഷേധികളുടെ ഒരു പൊതു നിലപാട് പറയുകയാണ് എന്ന് പഠിക്കുന്ന 94 മുതലുള്ള 3 ആയത്തുകളിൽ. ഓരോ കാലഘട്ടത്തിലും സത്യദീനുമായി അള്ളാഹു പ്രവാചകന്മാരെ അയച്ചപ്പോൾ ആ പ്രവാചകന്മാരുടെ സമുദായങ്ങളിലൊക്കെ സത്യനിഷേധികളായ ആളുകൾ തന്നെയാണ് അധികവും ഉണ്ടായിരുന്നത്. അവരൊക്കെയും അവർ സത്യത്തെ അംഗീകരിക്കാതിരിക്കാൻ ഒരു കാരണമായി കൊണ്ട് പറഞ്ഞത്, അള്ളാഹു എന്തുകൊണ്ടാണ് മലക്കുകളെ പ്രവാചകന്മാരായി അയക്കാത്തത്? മനുഷ്യരെ മാത്രമാണല്ലോ അള്ളാഹു പ്രവാചകന്മാരായി അയക്കുന്നത്. എന്തുകൊണ്ട് അള്ളാഹു ഒരു മലക്കിനെ ആകാശത്തിൽ നിന്ന് ഇറക്കുന്നില്ല എന്നായിരുന്നു പ്രവാചകന്മാരിൽ വിശ്വസിക്കാതിരിക്കാൻ സത്യനിഷേധികൾ എല്ലാ പ്രവാചകന്മാരുടെയും കാലത്ത് ഒരു കാരണമായി കൊണ്ട് പറഞ്ഞിരുന്നത്. സത്യനിഷേധികളുടെ ഈ വാദവും അതിനുള്ള അള്ളാഹുവിൻ്റെ മറുപടിയും ഖുർആനിൽ പലയിടങ്ങളിലായി ആവർത്തിച്ചു വന്നിട്ടുണ്ട്. ഇക്കാര്യം തന്നെയാണ് ഈ ആയത്തുകളിലും പറയുന്നത്. വമാ മന അന്നാസ, ജനങ്ങളെ തടയുന്ന ഒന്ന് എന്താണെന്ന് വെച്ചാൽ അയ്യുമിനു, അവർ വിശ്വസിക്കുന്നതിൽ നിന്ന്. മനുഷ്യർ സത്യവിശ്വാസം സ്വീകരിക്കുന്നതിന് അവർക്കുള്ള തടസ്സം എന്താണെന്ന് വെച്ചാൽ ഇത് ജാഅഹുമുൽ ഹുദ, നേർമാർഗം, സന്മാർഗം, ഹുദ അവർക്ക് വന്നു കിട്ടിയപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ അള്ളാഹുവിൽ നിന്നുള്ള ഹുദയുമായിക്കൊണ്ട്, സത്യസന്ദേശവുമായിക്കൊണ്ട്, നേർമാർഗവുമായിക്കൊണ്ട് മനുഷ്യരിലേക്ക് അയക്കപ്പെട്ടപ്പോൾ, അവർ ജനങ്ങളിലേക്ക് അതുമായി വന്നപ്പോൾ ആളുകൾ അതിൽ വിശ്വസിക്കാതിരിക്കാൻ കാരണമായത് ഒന്ന് മാത്രമാണ്. ഇല്ലാ അൻ ഖാലു, അവർ പറഞ്ഞു എന്നത് മാത്രം. അവരുടെ വാദമൊന്ന് മാത്രമായിരുന്നു അവർ വിശ്വസിക്കാതിരിക്കാനുള്ള കാരണം. എന്താണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്? അബഅസല്ലാഹു ബശറ റസൂല, ഒരു മനുഷ്യനെ അള്ളാഹു അവൻ്റെ ദൂതനായിട്ട് അയച്ചുവെന്നോ? അബഅസല്ലാഹു, അള്ളാഹു അയച്ചുവെന്നാണോ? ബശറൻ, ഒരു മനുഷ്യനെ, റസൂലൻ, ദൂതനായിക്കൊണ്ട്, പ്രവാചകനായിക്കൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും ഈ വാദം തന്നെയാണ് നിഷേധികൾ ഉന്നയിച്ചത്. എങ്കിൽ ഈ വാദം ഉന്നയിക്കുന്ന സത്യനിഷേധികളോട് നബിയെ താങ്കൾ പറയുക, ഖുൽ, താങ്കൾ അവരോട് പറയുക, ലൗകാന ഫിൽ അർളി മലായികത്തുൻ, മലക്കുകളായിരുന്നു ഭൂമിയിൽ ഉണ്ടായിരുന്നതെങ്കിൽ, ഭൂമിയിൽ ജീവിക്കുന്നത് മനുഷ്യർക്ക് പകരം മലക്കുകളായിരുന്നുവെങ്കിൽ, യംശൂന മുത്മഇന്നീന, ശാന്തരായി നടക്കുന്നവരായിക്കൊണ്ട്, മനുഷ്യന് പകരം ഭൂമിയിലുണ്ടായിരുന്നത് മലക്കുകളായിരുന്നുവെങ്കിൽ, അവരാണ് മനുഷ്യർക്ക് പകരം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നതെങ്കിൽ മനുഷ്യരെ പോലെ അക്രമങ്ങളും അധർമ്മങ്ങളും ചെയ്തുകൊണ്ട് അവർ നടക്കുകയില്ലല്ലോ. അല്ലെങ്കിൽ മനുഷ്യർ ചെയ്യുന്നത് പോലെയുള്ള വ്യവഹാരങ്ങളിലൊന്നും മലക്കുകൾ ഏർപ്പെടുകയില്ലല്ലോ. അവർ ഒരു കുഴപ്പവും ഉണ്ടാക്കാതെ പൂർണ്ണമായും അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട് ഭൂമിയിൽ കഴിയുകയാണല്ലോ ചെയ്യുക. അതാണല്ലോ മലക്കുകളുടെ പ്രകൃതി. അത് സൂചിപ്പിച്ചുകൊണ്ടാണ് യംശൂന മുത്മഇന്നീന, അവർ ശാന്തരായി ഭൂമിയിൽ നടക്കുന്നവരായിക്കൊണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ ഭൂമിയിൽ മനുഷ്യന് പകരം മലക്കുകളാണ് ജീവിക്കുന്നതെങ്കിൽ ലനസ്സൽന അലൈഹിം മിനസ്സമാഇ മലക്കർ റസൂല, ആകാശത്ത് നിന്ന് ഒരു മലക്കിനെ തന്നെ അവർക്ക് റസൂലായി, ദൈവദൂതനായി നാം അയച്ചു കൊടുക്കുമായിരുന്നു. കാരണം മലക്കുകളുടെ സ്വഭാവത്തിനും പ്രകൃതിക്കും അനുസരിച്ച് അവർക്ക് മാതൃക കാണിച്ചു കൊടുക്കാൻ അവരെ പോലെയുള്ള ഒരു മലക്കിന് തന്നെയാണല്ലോ സാധിക്കുക. പക്ഷെ ഭൂമിയിൽ മനുഷ്യനാണല്ലോ ജീവിക്കുന്നത്, മലക്കല്ല. അതുകൊണ്ട് മനുഷ്യന് സന്മാർഗവും നേർമാർഗവും അനുസരിച്ച് എങ്ങനെ ജീവിക്കണമെന്ന് ജീവിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ട് മാതൃക കാണിക്കാൻ മനുഷ്യനെ തന്നെയാണ് പ്രവാചകനായി അയക്കേണ്ടത്. അതുകൊണ്ടാണ് അള്ളാഹു മനുഷ്യർക്ക് മലക്കുകളെ പ്രവാചകന്മാരായി ഇറക്കാത്തത്, മനുഷ്യനെ തന്നെ പ്രവാചകന്മാരായി നിശ്ചയിച്ചത് എന്നാണ് അവർക്ക് മറുപടിയായി പറയുന്നത്. അപ്പോൾ കാര്യങ്ങൾ വളരെ വളരെ വ്യക്തമാണ്. അതുകൊണ്ട് കുൽ, നബിയെ താങ്കൾ അവരോട് പറയുക, കഫാ ബില്ലാഹി,
അല്ലാഹു മതി ഷഹീദൻ സാക്ഷിയായിക്കൊണ്ട് ബൈനി വ ബൈനക്കും എനിക്കും നിങ്ങൾക്കും ഇടയിൽ. നബിയെ, സത്യനിഷേധികളോട് താങ്കൾ പറയുക, ഞാൻ എൻ്റെ ദൗത്യം കൃത്യമായി നിർവഹിക്കുന്നു. സത്യസന്ദേശം കൃത്യമായി വ്യക്തമായി നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന വിധത്തിൽ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അതിന് അള്ളാഹു സാക്ഷിയാണ്. ഇനി നിങ്ങൾ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി വിശ്വസിക്കാതിരിക്കുന്നുവെങ്കിൽ അള്ളാഹു അത് ശരിക്ക് അറിയുന്നുണ്ട്. ഇന്നഹു കാന ബി ഇബാദിഹി ഖബീറൻ ബസീറ. തീർച്ചയായും അള്ളാഹു അവൻ്റെ അടിയാറുകളെക്കുറിച്ച് നന്നായി അറിയുകയും കാണുകയും ചെയ്യുന്നവനാണ്. വിശ്വസിക്കാതിരിക്കാൻ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി സന്മാർഗത്തെ തള്ളിക്കളഞ്ഞവരുടെ അകത്തും പുറത്തുമുള്ള എല്ലാറ്റിനെക്കുറിച്ചും അള്ളാഹു വളരെ നന്നായി അറിയുന്നുണ്ട് എന്നാണ് ഇതിലൂടെ സത്യനിഷേധികൾക്കുള്ള താക്കീതായിക്കൊണ്ട് സൂചിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നേർമാർഗത്തിൽ അവനെ അനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.